എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് തുലാം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക്, അതായത് ചിത്തിര അരഭാഗം, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം അടങ്ങിയ 2.25 നക്ഷത്രക്കാർക്ക് 2025 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. തുലാം രാശിയുടെ ഫലം പറയണമെന്ന് റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്തത് മിസ്റ്റർ ഗോവിന്ദരാജാണ്. അദ്ദേഹത്തിനോട് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പൊതുവിൽ സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോസ് ചെയ്യാൻ പൊതുവെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് 10 ദിവസം 15 ദിവസത്തെ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ എന്നാൽ എൻ്റെ വീഡിയോസിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് എങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ 100% നിങ്ങൾ എനിക്ക് തരുന്ന മോട്ടിവേഷൻ കൊണ്ടാണെന്നുള്ളതാണ് വാസ്തവം. കാരണം വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റുകൾ, സബ്സ്ക്രൈബേഴ്സ്, കമൻസ്, വ്യൂസ്, ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോസ് ചെയ്യണം എന്ന് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ കമൻറ്റ്സ് ആൻഡ് സപ്പോർട്ട്. ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. 2025 എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എല്ലാ സ്ലോ മൂവിങ് പ്ലാനറ്റ്സും 2025 രാശി മാറും. ശനി മാർച്ച് 29 5-ൽ നിന്ന് 6-ലോട്ടും, വ്യാഴം മെയ് 14 8-ാം ഭാവത്തിൽ നിന്ന് 9-ാം ഭാവത്തിലോട്ടും ഭാഗ്യഭാവത്തിലോട്ടും, രാഹു കേതു മെയ് 18 11-5 ഭാവങ്ങളിലോട്ടും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. തുലാം രാശിക്കാർക്ക് 2025 മെയ് വരെ അഷ്ടമ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ, മാനസിക ക്ലേശങ്ങൾ, കേസോ വഴക്കോ ഡിവോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി കേസ്, അതുപോലെ അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കിട്ടാതിരിക്കോ, വിദേശ രാജ്യങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് പഠനത്തിലും പാർട്ട് ടൈം ജോലിയിലൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾ, കടക്കെണി, രോഗപീഠകൾ, ഈ വിധ പ്രശ്നങ്ങളെല്ലാം തന്നെ മെയ് മാസത്തിന് ശേഷം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറി അനുകൂല സ്ഥിതിയിലാവും. മാനസിക പിരിമുറുക്കം മെയ് മാസത്തിന് ശേഷം കുറയും എന്നുള്ളതാണ്. മെയ് മുതൽ പഠനം, തൊഴിൽ, ഗവേഷണം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? ഭാഗ്യഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വ്യാഴം, ശനി, കേതു, ഈ 3 ഗ്രഹങ്ങളും വളരെ അനുകൂലമായിട്ടാണ് 2025 സഞ്ചരിക്കുന്നത്. കേസിലെ വിജയം ഉണ്ടാവും. വ്യക്തിപരമായ പുരോഗതിയും പ്രശസ്തിയും നല്ല കാഴ്ചപ്പാടുകളുമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക. ജോലിയിലും ബിസിനസ്സിലും വളരെ അനുകൂലമാണ്. മെയ്ക്ക് ശേഷം ജോലി മാറ്റത്തിന് അനുകൂലമാണ്. പ്രൊമോഷനും സാലറി റിവിഷനും ഒക്കെ ഉണ്ടാവാം. രാഷ്ട്രീയം, പൊതുപ്രവർത്തനം, പബ്ലിക് റിലേഷൻ, ഈ മേഖലയിൽ വളരെ ആത്മാർത്ഥമായും ആക്റ്റീവായും പ്രവർത്തിക്കാനായിട്ട് കഴിയും. പൊതുജനങ്ങളുടെ അംഗീകാരങ്ങളൊക്കെ തന്നെയും ഉണ്ടാവും എന്നുള്ളതാണ്. വീട്, ഷോപ്പ്, ബഹുനില കെട്ടിടങ്ങൾ, ഇതൊക്കെ വെക്കാനും വാങ്ങാനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പക്ഷേ വസ്തു വാങ്ങുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിട്ടേ വാങ്ങാൻ പാടുള്ളൂ. ഒരു എക്സ്പെർട്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കണം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വിദ്യാർത്ഥികൾക്ക് മെയ് മാസം വരെ മാനസിക പിരിമുറുക്കം ഉണ്ടാവും. മെയ്ക്ക് ശേഷം പഠന നിലവാരം മെച്ചപ്പെടും. അംഗീകാരങ്ങൾ ലഭിക്കും. പരീക്ഷയിലൊക്കെ തന്നെ ഉന്നത വിജയം നേടിയെടുക്കാൻ സാധിക്കും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും. മെയ്ക്ക് ശേഷം ബിസിനസ് ആരംഭിക്കുന്ന വളരെ അനുകൂലമാണ്. മാർച്ച് മുതൽ 6-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുകയും അത് ഉപജയഭാവങ്ങൾ, ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കാൻ ഉപജയഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഉപജയഭാവത്തിൽ സഞ്ചരിക്കുന്ന പാപഗ്രഹങ്ങൾ നല്ല ഫലമാണ് തരും എന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിലും നല്ല ഫലം തന്നെയാണ് തരുന്നത്. പക്ഷേ അത് 5-ാം ഭാവാധിപതി ആയ ഗ്രഹമാണ് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുക. 5-6 ഭാവങ്ങൾ തമ്മിലുള്ള ശനിയുടെ ബന്ധം, 5-ലെ രാഹുവിൻ്റെ സ്വാധീനം, ഇതൊക്കെ മാനസിക ക്ലേശങ്ങൾ കുറച്ച് ഉണ്ടാക്കുകയും ചെയ്യും. കുട്ടികളുടെ ആരോഗ്യം, ദഹനക്കേട്, സ്പൗസിനും അവരവർക്കും ഒക്കെ തന്നെ ദേഷ്യപ്രകൃതമുള്ള ആൾക്കാരാണെങ്കിൽ അത്തരത്തിലെ സ്വഭാവ രീതികൾ രണ്ടുപേരും നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കണങ്കാല്, പാദം, ഉദരം, ഇതിനൊക്കെ ശ്രദ്ധ കൊടുക്കണം. പൊതുപ്രവർത്തകർക്ക് പബ്ലിക്കിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില മാനസിക ക്ലേശങ്ങളോ അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഭാഗമായി വന്നുപെടുന്ന ചില മാനസിക ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വ്യാഴവീക്ഷണം, എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 5-ാം ഭാവത്തിലോട്ട് വ്യാഴവീക്ഷണം ഉള്ളതുകൊണ്ട് ആവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഉപയോഗശൂന്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് സമയം പാഴാക്കരുത്. പാഴാക്കാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും
വളരെയധികം ഉയർച്ചയിലെത്തേണ്ട സമയമാണ് എന്നുള്ളതാണ്. പ്രായോഗിക ബുദ്ധിയും ഭാഗ്യവും കാരണം വിജയിക്കാനായിട്ട് കഴിയും. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് വളരെയധികം അനുകൂലമാണ് ഈ കാലഘട്ടം. ഉന്നത വിദ്യാഭ്യാസത്തിലും സ്കോളർഷിപ്പ് നേടുന്നതിനും അനുകൂലമാണ് ഈ സമയം. അധർമ്മമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല. ഒരു ന്യായബോധം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദീർഘദൂര യാത്രകൾ, തീർത്ഥാടന യാത്രകൾ, ഇതിനൊക്കെ സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവും. ജീവിതത്തെക്കുറിച്ചുള്ള നല്ല വീക്ഷണം, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെയും ഈ സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ബിരുദാനന്തര ബിരുദവും PhD ഒക്കെ ചെയ്യാനും ഉന്നത വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്കും ബാക്ക് പേപ്പേഴ്സ് ഉള്ള വ്യക്തികൾക്കും വീണ്ടും പഠനം തുടങ്ങാനും കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയം നേടിയെടുക്കാനും ഏറ്റവും അനുകൂലമായ സമയമാണ്. നിക്ഷേപങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. വിശ്വാസത്തിൻ്റെ പേരിൽ പണം പലിശയ്ക്ക് കൊടുക്കരുത്. അശ്രദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ പണനഷ്ടത്തിന് കാരണമായേക്കാം എന്നുള്ളതാണ്. അച്ഛനിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യും. രോഗപീഠകൾക്ക് ശമനം മെയ് മാസത്തിന് ശേഷം ഉണ്ടാകും. എന്നാൽ ഒരു അവയവത്തിന് മാത്രമുള്ള രോഗപീഠകളുണ്ടല്ലോ, അത്തരത്തിലുള്ള രോഗപീഠകൾ കാരണം ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ഉദരം, നടുവിൻ്റെ ഭാഗം, ഈ ഭാഗങ്ങൾ രോഗപീഠകളുള്ള വ്യക്തികൾക്ക് രോഗപീഠകൾ കംപ്ലീറ്റ് ആയിട്ടത് ഈ സമയത്ത് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറില്ല. പക്ഷേ 2025 മരുന്നും ശ്രദ്ധയും കൊണ്ട് അത് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അമ്മയുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ ശ്രദ്ധ കൊടുക്കണം. വസ്തുവകകൾ റെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ കൃത്യമായ ധാരണയും ലീഗൽ എഗ്രിമെൻസും ആവശ്യമാണ്. വെയ്റ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 6ലെ ശനി 8, 12 ഭാവങ്ങളിലോട്ടുള്ള വീക്ഷണം വരുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അനാവശ്യ ചെലവുകൾ അവിടെ ഉണ്ടാവും. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യരുത്. പോളിഷ്ഡായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഈ സമയത്ത്. അങ്ങനെ ശ്രദ്ധിക്കണം. കാരണം സ്വാഭാവികമായിട്ട് അവർക്ക് 2ാം ഭാവാധിപതി ചൊവ്വയാണ്. 3ാം ഭാവത്തിലെ 6ലെ ശനിയുടെ വീക്ഷണം 3ാം ഭാവത്തിലോട്ടും വരും. അപ്പോൾ കമ്മ്യൂണിക്കേഷന് കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ബാധിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്, കൗൺസിലേഴ്സ്, IELTS OET ഒക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വ്യക്തികൾ, മീറ്റിങ്സൊക്കെ ഒത്തിരി അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന പ്രൊഫഷണൽസ്, അവർക്കൊക്കെയും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു സമയത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് തന്നെ. നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നതിന് മുമ്പ് ഓപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തി എന്ത് പറയുന്നു എന്നുള്ള കാര്യം ക്ഷമയോടെ നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ശ്രമിക്കണം. വെർബൽ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വ്യക്തവും കൃത്യവുമായ രീതിയിൽ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യണം. അതിനേക്കാളും ഉപരി മ്യൂച്വൽ റെസ്പെക്റ്റ്, നമുക്ക് മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി വേണം സംസാരിക്കാനായിട്ട് ശ്രമിക്കാൻ ഈ കാലഘട്ടത്തിൽ. മേയ്ക്ക് ശേഷം വ്യാഴവീക്ഷണം ഉള്ളതുകൊണ്ട് ഈ വിധ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഗവേഷണം, തത്വചിന്ത, ആത്മീയത, ഇതിലൊക്കെ താല്പര്യം വർദ്ധിക്കും. ട്രാവൽ വ്ളോഗേഴ്സിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ നല്ല സമയമാണ്. ദീർഘദൂര യാത്രകൾ, വിദേശ യാത്രകൾ, വിദേശത്ത് വിദ്യാഭ്യാസം, നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഭക്തി, വിനയം, ശുഭാപ്തി വിശ്വാസം, ജീവിതത്തെക്കുറിച്ചുള്ള നല്ല വീക്ഷണം, ഇതൊക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അതൊരു പക്ഷേ വിദ്യാഭ്യാസത്തിൽ നിന്നാകാം, ജോലി, യാത്ര, അച്ഛൻ, ഈ വിധ കാര്യങ്ങളിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, റൈറ്റേഴ്സ്, കൗൺസിലേഴ്സ്, ഇവർക്കൊക്കെയും പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് 2025 മുതലുള്ള 3 വർഷം അത്തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2025 മുതൽ 3 വർഷം എന്തുകൊണ്ടാണ് ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു ചോദിച്ചാൽ 9ാം ഭാവത്തിൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കും. 2025, 2026 10, 27 11 വരും. അപ്പം ആ 3 വർഷം, ഈ പോകുന്ന 3 വർഷവും ഈ പറയുന്ന പ്രൊഫഷണൽസിന് വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. IELTSഉം OET ഒക്കെ എഴുതാൻ പോകുന്നവരും മേയ്ക്ക് ശേഷം ഡേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒത്തിരി ഇമ്പ്രൂവ് ആകും. ഒരു ജിജ്ഞാസയോടെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. വേഗത്തിൽ പഠിക്കാനായിട്ട് കഴിയും എന്നുള്ള സമയത്ത്. ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണ്? കൂടുതൽ അറിവ് ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മുഴുനീളം പറഞ്ഞത്. അല്ലേ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം?
എന്ന് ചോദിച്ചാൽ ഹോരാശാസ്ത്രത്തിൽ ഗ്രഹയോനി ഭേദ പ്രകരണം 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ ജീവോ ജ്ഞാനസുഖം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം വ്യാഴത്തെ കൊണ്ട് അറിവിനെയും സുഖത്തിനെയും ചിന്തിക്കാം, അറിവിൽ നിന്ന് കിട്ടുന്ന സുഖത്തിനെയും ചിന്തിക്കാം എന്നുള്ളതാണ്. അതായത് അറിവിനെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണിത്. എനിക്ക് അറിവുണ്ടെന്ന് അഹങ്കരിക്കുന്നവർക്കല്ല, അറിവ് വീണ്ടും വീണ്ടും അറിയാനും അറിവിനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് മനോഹരമായ ഒരു സമയമാണ് 2025. അപ്പോൾ 2025 മിഡിൽ പകുതിക്ക് ശേഷം, മെയ് മാസത്തിന് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കാണാം കേട്ടോ. ബൈ.